ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. ഇതിലൂടെയാണ് ടിക്കറ്റ് എടുത്ത് നമ്മളകത്ത് കയറേണ്ടത്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, കയറണം എന്നാഗ്രഹിക്കുന്നു. ദുബായ് റണ്ണിന് ഇവരെല്ലാം കൂടുതലും രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ അങ്ങനെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ടാവും. 8-10 ലക്ഷം പേര്, എത്ര ലക്ഷം പേര് ടോട്ടൽ പങ്കെടുക്കുന്നത് അറിയത്തില്ല. എങ്കിലും നമ്മൾ കാണുന്നവരൊക്കെ 8 ലക്ഷം 9 ലക്ഷത്തിൻ്റെയൊക്കെ നമ്പർ കാണുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ലക്ഷം പേരാണെന്ന് അറിയത്തില്ല. വളരെ തിരക്കേറിയ റോഡാണ് ഷെയ്ഖ് സയ്യിദ് റോഡെന്ന് പറഞ്ഞാൽ. അതാണ് ഇന്നത്തേക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 12 ലക്ഷം ആൾക്കാരാണ് പങ്കെടുത്തിരിക്കുന്നത് അതിനകത്ത്. അതിലുണ്ട്, കൂടുതലുണ്ട്. ഇതൊക്കെ ഈ വേറെ ടീഷർട്ടൊക്കെ ഓരോ കമ്പനികൾ അവരുടെ കമ്പനിയുടെ സ്റ്റാഫിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് കിട്ടിയത് ഈസ്റ്റേണിൻ്റെ ആണ്. നമ്മൾ ആക്ച്വലി ഇത് രജിസ്റ്റർ ചെയ്തില്ല എന്ന് നാട്ടിൽ പോയിരുന്ന കാരണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ബ്ലൂ കളർ ടീഷർട്ടൊന്നും നമ്മൾ വാങ്ങിയിട്ടുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈസ്റ്റേൺകാർ പ്രൊവൈഡ് ചെയ്തു. ഹലോ, നമ്മളുടെ രാജ്യത്തെക്കാട്ടിൽ, അതായത് ഇന്ത്യയെക്കാട്ടിൽ ഒരു 20 years മുൻപിലാണെന്ന് വേണം പറയാനായിട്ട്. കാരണം ഇവിടുത്തെ ഓരോ ഫെസിലിറ്റീസും അത്തരത്തിലുള്ളതാണ്. വെള്ളമൊക്കെ കണ്ട ഇവരൊക്കെ ഇതിൻ്റെ വോളണ്ടിയേഴ്സ് ആണോ അതോ ഇനി വെള്ളം കിട്ടിയ എടുത്തോണ്ട് പോകണമെന്ന് അറിയത്തില്ല. കിട്ടിയത് കൊണ്ട് പോവാണ്. റൂമിൽ കൊണ്ടേ കുടിക്കാമല്ലോ. നമുക്കും ഇല്ല, നമുക്ക് കിട്ടുവാണെങ്കിൽ എടുത്തോ കേട്ടോ. ഇത് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയം. ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ട് ചിലർക്കൊക്കെ. ചുരിദാറുകാരില്ല എന്ന് പറഞ്ഞിട്ട് വളരെ റയറായിട്ട് 3-4 ചുരിദാറുകാരെ കണ്ടിട്ടുണ്ട്. നമ്മളിനി നേരെ മെട്രോയിലോട്ടാണ്. കൊച്ചു കുട്ടികളെ കാണിക്കുന്നവരുണ്ട്. ഇത് ആക്ച്വലി 8 മണിക്ക് തുടങ്ങിയതാണ്. 8 മണിക്ക് ഇത്ര ലക്ഷം ആൾക്കാരെ നമ്മൾ കണ്ടില്ല. പക്ഷേ അല്ലേ, നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ് താമസിച്ചു. അപ്പം വളരെ ചെറിയ കുഞ്ഞുങ്ങൾ